എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു നമ്മളൊരു GoPro 10 വാങ്ങിച്ചിരുന്നു. ഈ GoPro 10 വാങ്ങിക്കുമ്പോൾ അതിനൊപ്പം കിട്ടുന്ന മൗണ്ട് എന്ന് പറയുന്നത് ഹെൽമെറ്റിൻ്റെ മുകളിൽ വെക്കുന്ന സാധനമാണ്. അതിൽ കൂടെയുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൂടെ ആകെ പ്രശ്നമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ GoPro 10, 9, 8 അടക്കമുള്ള പലതരത്തിലുള്ള ആക്ഷൻ ക്യാമറകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബണ്ടിൽ പാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1500 രൂപയ്ക്ക് 50 ടൈപ്പ് ഐറ്റംസാണ് അതിലുള്ളത്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ സാധനം വാങ്ങിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹെൽമെറ്റിൻ്റെ മുകളിൽ ക്യാമറ വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ചെസ്റ്റിൽ ക്യാമറ വയ്ക്കാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ അൺബോക്സിങ് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ മൗണ്ട് ഉണ്ടോ, ഇതാണ് നമ്മൾ GoPro വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള മൗണ്ട്. ഇതിലാണ് നമ്മൾ GoPro സാധാരണ ഫിറ്റ് ചെയ്യണത്. ഇതിലുപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള ഈ ബോക്സ് ഉണ്ടോ, ഇതാണ് നമ്മൾ GoPro വാങ്ങിയപ്പോൾ ഉള്ള ബോക്സ്. ഇതിനുള്ളിലാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കണത്. ഇത്ര ചെറിയ ബോക്സിനുള്ളിൽ നമുക്ക് ഞാനീ പറഞ്ഞ ചെസ്റ്റിൽ വെക്കുന്ന മൗണ്ടൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ചെസ്റ്റിൽ വെക്കണത് മാത്രമല്ല ഒരുപാട് ടൈപ്പ് മൗണ്ടുള്ള ഐറ്റംസുള്ള ബാഗ് വാങ്ങിച്ചു. ഈ ബാഗിൻ്റെ വലിപ്പം കണ്ടോ, അതിൽ നല്ല വലിപ്പമുള്ള ബാഗാണ്. ആ ബാഗിൽ തന്നെ നമുക്ക് 50 ടൈപ്പ് മൗണ്ടിങ് ഐറ്റംസ് ഉണ്ട്. 50 ടൈപ്പ് മൗണ്ടിങ് ഐറ്റംസ് അല്ല ശരിക്കും വരുന്നത്. മൗണ്ട് ഐറ്റംസ് പല സ്ഥലത്ത് വെക്കണത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ പറയണ 50 എണ്ണം ഉള്ളത്. GoProയുടെ ഒറിജിനൽ ബാഗും ഇപ്പോൾ പുതിയ ബാഗും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം നോക്കിയേ. നല്ല വലിപ്പമുണ്ട് ഈ ബാഗിന്. അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളുടെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഹെൽമെറ്റിൻ്റെ അത്രയും തന്നെ ബാഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. നമുക്ക് എന്തായാലും അത് തുറന്നു നോക്കാം. ഞാനാണെങ്കിൽ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് സാധനം തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഐറ്റംസ് ഉള്ളത്. അതുകൊണ്ട് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അത് സാധനം തുറന്നിട്ടുണ്ട്. തുറന്നു കാണാം. ഞാൻ ഓൾറെഡി തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അൺബോക്സിങ്ങിന് വേണ്ടി വീണ്ടും ഒരു വീഡിയോ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലാണ് ഈ ഐറ്റംസ് ഉള്ളത്. എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ നിന്നായി തന്നെ ചെസ്റ്റ് മൗണ്ടിൻ്റെ സാധനം എടുക്കാം. ഇതാണ് ചെസ്റ്റ് മൗണ്ട് ചെയ്യണ ഐറ്റം. ഇത് നേരെ ഒരു വള്ളി പോലെ നമുക്ക് ചെസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഐറ്റമാണ്. നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ കറക്റ്റ് നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടാണ് ക്യാമറ വെക്കാൻ പറ്റണത്. കറക്റ്റ് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ച് നമുക്ക് നടന്നു പോവുകയോ വണ്ടി ഓടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് ക്യാമറ അവിടെ വെച്ചിട്ടുള്ള അൺബോക്സിങ്. ചെസ്റ്റിലാണ് ഇപ്പോൾ ക്യാമറ ഇരിക്കുന്നത്. ചെസ്റ്റിൽ ക്യാമറ വെച്ചിട്ടുള്ള വിഷ്വൽസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് നോക്കാം. ഓരോന്നൊക്കെ എന്തിനുള്ളതൊക്കെയാണെന്ന് നോക്കാം. കാര്യമായിട്ട് ഏതൊക്കെ എന്തിനാണെന്ന് എനിക്കും വലിയ പിടിയില്ല. ഇത് നമുക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് വ്ളോഗ് ചെയ്യാനുള്ള ഐറ്റംസാണ്. കൂടുതലും അൺബോക്സിംഗ് പോലുള്ള ഐറ്റംസിനൊക്കെ നമുക്ക് ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യാം. പിന്നെ എന്താണ് അടുത്ത ഐറ്റം? ഇത് നമുക്ക് വെള്ളത്തിനടിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ പിടിച്ചിട്ട് ചെയ്യുന്ന ഐറ്റമാണ്. ഇത് നെറ്റിയിൽ വയ്ക്കുന്ന ഐറ്റമാണെന്ന് തോന്നുന്നു. പല ഐറ്റംസ് ഉണ്ട്, പല ടൈപ്പ് മൗണ്ട്സ് ഉണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് ചെസ്റ്റിൽ വയ്ക്കുന്ന ഐറ്റം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഐറ്റംസിനെ കുറിച്ച് ഞാൻ കൂടുതൽ നോക്കിയില്ല. ഇതും ഇതുപോലെ തന്നെ നമുക്ക് നടന്ന് വ്ളോഗ് ചെയ്യാനുള്ള ഐറ്റമാണ്. ഈ സാധനം കൈ പിടിച്ചിട്ട് ക്യാമറനെ പിടിക്കണമെന്നില്ല. ക്യാമറ ഇതിൻ്റെ അറ്റത്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ നടന്നുകൊണ്ട് സംസാരിക്കാം. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം ചിരിക്കാനൊക്കെ പറ്റും. ഇതൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. നമുക്ക് കയ്യിൽ സാധനം വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു കയ്യിൽ നമുക്ക് ഈ സാധനം ബെൽറ്റ് പോലെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ക്യാമറ മൗണ്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യം തൽക്കാലത്തേക്ക് എനിക്ക് വരുന്നില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മിക്കവാറും ചെസ്റ്റിൽ തന്നെ വെച്ച് മൗണ്ട് ചെയ്തിട്ട് ഓടിക്കുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ വണ്ടിയുടെ ഹാൻഡിൽ വയ്ക്കാം. അങ്ങനെ പല ഭാഗത്ത് വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ ഇതിലുണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്നും എനിക്ക് വലിയ പിടിയില്ല.
നമ്മൾ ബാഗിലുള്ള മുഴുവൻ ഐറ്റംസും പുറത്തേക്ക് വെച്ച് കഴിഞ്ഞു. നമുക്ക് വേണ്ടതാകെ ചെസ്റ്റിൽ വയ്ക്കുന്ന ഐറ്റം മാത്രമാണ്, ചെസ്റ്റ് മൗണ്ട് ചെയ്യുന്ന സാധനം മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ തിരിച്ച് ബാഗിൽ വെച്ചേക്കാം. വേറെ അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇനി നമുക്ക് മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ചെസ്റ്റിൽ ഗോപ്രോ ക്യാമറ വെച്ചിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അതിൻ്റെ വിഷ്വൽസ് എങ്ങനെയാണ്, അതെങ്ങനെ കിട്ടും, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ, ചെസ്റ്റിൽ വെക്കണതാണോ അല്ലെങ്കിൽ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെക്കണതാണോ ക്വാളിറ്റി, അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വണ്ടി അപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റോട്ടിലെത്തി. നമ്മൾ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചെസ്റ്റിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. ചെസ്റ്റിൽ വെച്ച് ഓടിക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി താന്നിരിക്കുകയാണ് ഹിമാലയയിൽ. ഹിമാലയ അല്പം കുഴിഞ്ഞ് സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റോഡ് കാണാം, അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. ഹെൽമെറ്റിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിട്ടുള്ള ഒരു പെർഫെക്റ്റ് വിഷ്വൽ നമുക്ക് ചെസ്റ്റിൽ വയ്ക്കുമ്പോൾ കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഈ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് പകല് എങ്ങനെയാണ് സാധനം കാണാൻ പറ്റുന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് രാത്രി ചെസ്റ്റിൽ ക്യാമറ വെച്ചിട്ടുള്ള വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമ്മൾ പകലോടിച്ച അതേ വഴിയിൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗോപ്രോ ക്യാമറ ചെസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. പകല് കിട്ടിയ ആ ഒരു ക്വാളിറ്റി നമുക്ക് രാത്രി കാണാൻ പറ്റുന്നില്ല. രാത്രി കാണാൻ പറ്റില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് റോഡ് കൃത്യമായിട്ട് ക്യാമറയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, വഴിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് രാത്രി ഓടിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്ന വാഹനങ്ങളുടെ വിഷ്വൽ ചെസ്റ്റിൽ ക്യാമറ വെച്ചതുകൊണ്ട് കിട്ടില്ല. അങ്ങനെ രാത്രി കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ക്യാമറ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെക്കണം. ഹെൽമെറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ നമുക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണല്ലോ നിയമപ്രകാരം. അതുകൊണ്ട് നമുക്ക് രാത്രി യാത്രകൾക്ക് ചെസ്റ്റിൽ ക്യാമറ വെച്ചിട്ടുള്ള ഓടിക്കലിന് അത്ര ഒരു റിസൾട്ട് കിട്ടില്ല എന്ന് നമുക്ക് വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമുക്ക് കുറച്ച് ദൂരം ഒന്ന് ഈ ക്യാമറയിലോട്ടുള്ള വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.